സെക്ഷൻ 10 മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തലിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടില്ല. പ്രസ്തുത വിജ്ഞാപനം സർക്കാർ കാലാനുസൃതമായി പുറപ്പെടുവിക്കുന്നതാണ്. ഈ വിജ്ഞാപനം സംസ്ഥാനം മുഴുവനായോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായോ ബാധകമാകുന്നതാണ്. സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റ് അനുസരിച്ച് മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ സാധിക്കുകയുള്ളൂ. സെക്ഷൻ 11 മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 11. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനായി അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കും. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് പൊതു സ്വഭാവമുള്ളവയാണെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിയിലേക്കും പ്രത്യേക സ്വഭാവമുള്ളവയാണെങ്കിൽ ഒരു നിർദ്ദിഷ്ട അവസരങ്ങൾക്കും പ്രത്യേക ചരക്കുകൾക്കും വേണ്ടി മാത്രമുള്ളവയുമായിരിക്കും. ഓരോ പെർമിറ്റിലും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ. മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ അളവും അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും, സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങൾ. മദ്യം വിൽക്കാനുള്ള അധികാരം. കേരളത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് 1984 ഫെബ്രുവരി 23-നാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണ്. കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. ഈ സെക്ഷൻ പ്രകാരം കമ്മീഷണറിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നുകളോ വിൽക്കുവാൻ പാടുള്ളതല്ല. സെക്ഷൻ 15 പ്രകാരം കള്ള് വിൽക്കാൻ അധികാരമുള്ളത് കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ